ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയാണ്. എൻ്റെ പേര് ഗായത്രി. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിൽ എനിക്ക് 3 സപ്ലി കിട്ടിയായിരുന്നു. അതിൽ 2 എണ്ണം ഞാൻ ആദ്യ സപ്ലിക്ക് പാസ്സായി. 3ാമത്തെ എനിക്ക് സൈക്കോളജി കിട്ടാതെ വന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് വിഷമത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്ലിനിക്സിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ അവിടെ പേഷ്യൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലെ ഉടമ്പടി പത്രം കാണുന്നത്. അങ്ങനെ എനിക്കൊരമ്മ തന്നതാണ് എൻ്റെ കയ്യിൽ കിട്ടിയ ആദ്യത്തെ പത്രം. അങ്ങനെ ഞാൻ അത് കാണുകയും അതിൽ ഓരോ ദിവസവും അതിലുള്ള സാക്ഷ്യങ്ങളൊക്കെ വായിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ കൃപാസനത്തിൽ വരണം, എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ടൈമിൽ അത് പറ്റിയില്ല. പിന്നീട് ഞാൻ എൻ്റെ സൈക്കോളജി സപ്ലി എഴുതുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്ലെസ്സി ഇവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരികയും ചെയ്യായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ കയ്യിൽ തൈലം കിട്ടുകയും ഉപ്പും ഉപയോഗിച്ച് ഞാൻ എൻ്റെ സൈക്കോളജി എക്സാം എഴുതി. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. അമ്മ മാതാവ് എനിക്ക് പാസ്സാക്കി തരണേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ റിസൾട്ട് വന്നു. എൻ്റെ സൈക്കോളജി എക്സാം നല്ല മാർക്കോട് കൂടി എനിക്ക് പാസ്സായി കിട്ടി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലെ എക്സാം മെഡിക്കൽ നഴ്സിംഗ് എനിക്ക് പിന്നെയും സപ്ലി വന്നു. എനിക്ക് കോവിഡിന് ശേഷം ആർത്രൈറ്റിസിൻ്റെ പ്രശ്നവും ആസ്മേൻ്റെ പ്രശ്നവും അത് കാരണം ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി. കാലുവേദന കാരണം, മുട്ടുവേദന കാരണം ഞാൻ ഉറങ്ങാത്ത രാത്രി അങ്ങനെ ഉണ്ടായിരുന്നു. വേദന കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ എൻ്റെ തൈലവും അതെല്ലാം ഉപയോഗിച്ച് ഞാൻ തേച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പഠിക്കാനിരിക്കുക. അങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്തും കുരിശ് വരച്ചിട്ടായിരിക്കും ഞാൻ ഇരിക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഉറക്കം വരായിരുന്നു നല്ലപോലെ. ഈ മരുന്നെടുക്കുന്നതിൻ്റെ സൈഡ് എഫക്ട്സ് കാരണം അതുപോലെ പഠിക്കുന്നൊന്നും ഓർമ്മയില്ല, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം മെഡിക്കൽ നഴ്സിംഗ് വെച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല രീതിയിൽ നല്ല മാർക്കോട് കൂടി സപ്ലി എനിക്ക് പാസ്സായി കിട്ടി. അതിനുശേഷം എൻ്റെ തേർഡ് ഇയർ എക്സാമും ഫോർത്ത് ഇയർ എക്സാമും എനിക്ക് സപ്ലി ഒന്നും ഇല്ല ഇതുവരെ. ഇപ്പോൾ ഞാൻ ഒരു സപ്ലി അങ്ങനെ വീണു. ഇനി എനിക്ക് സപ്ലി ഇല്ലാതെ എനിക്ക് പാസ്സാക്കി തരണമേ അമ്മയെന്ന് ഞാൻ പറഞ്ഞിട്ട് അമ്മയോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ അല്ല എൻ്റെ ഫാമിലി. അതുകൊണ്ട് സപ്ലി എഴുതാനുള്ള ഫീസ് പോലും കൊടുക്കാനായിട്ടില്ലാത്തത് കൊണ്ടിട്ട് അത്രമാത്രം എനിക്ക് നല്ലപോലെ വിഷമത്തിലായിരുന്നു. അങ്ങനെ തേർഡ് ഇയറും എൻ്റെ ഫോർത്ത് ഇയർ എക്സാമും നല്ല മാർക്കോട് കൂടി അമ്മ പാസ്സാക്കി തന്നു. ഞാൻ ഓരോ എക്സാം എഴുതാൻ സമയത്തും പോകുമ്പോൾ ഉപ്പ് എഴുതുന്ന പേപ്പറിൽ വിതറിയിട്ടും കുരിശ് തലവരിച്ചിട്ടാണ് പോവുക. ഇവിടെ നിന്ന് തേൻ കിട്ടുമായിരുന്നു, വെഞ്ചരിച്ച തേൻ. അതും ഞാൻ കുടിച്ചിട്ടാണ് എക്സാം ഹാളിൽ ഉണ്ടാവുക. എനിക്ക് ഈ ആസ്മയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പഠിച്ചതൊന്നും ഓർമ്മയില്ല, അങ്ങനെയുള്ള രീതിക്കായിരുന്നു. അങ്ങനെ എൻ്റെ ഫോർത്ത് ഇയറിലെ തേർഡ് എക്സാം നഴ്സിംഗ് എഡ്യൂക്കേഷൻ എക്സാമിൻ്റെ സമയത്ത് പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ രാത്രി 2 മണിയായി 3 മണിയായി. അങ്ങനെ എനിക്ക് ലാസ്റ്റ് ആസ്മ വന്നിട്ട് വലിവായി. അങ്ങനെ കരഞ്ഞ് ഒരുപാട് വയ്യാണ്ടായിരുന്നു. അന്ന് ഞാനങ്ങനെ കരയുന്നതിൻ്റെ ഒരു രാത്രി എനിക്ക് അടുത്ത ദിവസം ശരിക്കും ക്ലാസ്സുകളിൽ പോലും ശരിക്കും ഇരിക്കാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് രാവിലെ ഞാൻ എക്സാമിന് ഇറങ്ങുമ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ എനിക്കൊന്ന് എക്സാം നല്ല രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റണം, എഴുതി തീരുന്നവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ എഴുതി തീർക്കാൻ പറ്റി. അത് കാരണം അത് കഴിഞ്ഞ് എനിക്ക് ഒന്ന് വൈകിട്ടായപ്പോൾ പിന്നെ എനിക്ക് വയ്യാണ്ടായി ഈ ആസ്മ കാരണം. പിന്നെ ഞാൻ ഇൻഹേലർ എടുക്കുന്നുണ്ട്. 400 ഡോസിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഇൻഹേലർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഫോർത്ത് ഇയർ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, നല്ല മാർക്കോട് കൂടി പാസ്സായി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കോവിഡിന് ശേഷം ഈ വാദത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ആസ്മേൻ്റെ പ്രശ്നം, എൻ്റെ ലങ് കപ്പാസിറ്റി PFT ചെയ്തപ്പോൾ 38 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ സമയത്ത് പഠിക്കാനിരിക്കുമ്പോൾ ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 400 ഡോസാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്, പൾമോസ്മാർട്ട് എന്ന് പറഞ്ഞ മെഡിസിൻ. അത് കാരണം എനിക്ക് ഉറക്കം വന്നിട്ട് ഇരിക്കാനേ പറ്റില്ല. അതുപോലെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇൻഹേലർ മാറ്റി വെച്ചിട്ട് അമ്മമാരോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഞാൻ ഇൻഹേലർ എടുക്കാൻ പോകുന്നില്ല. രാവിലെയും രാത്രി എടുക്കണമായിരുന്നു എനിക്ക് ആ മരുന്ന്, പക്ഷേ ഞാൻ എടുത്തിട്ടേ ഇല്ല. എനിക്ക് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് അകത്തൊന്ന് മൂടിക്കെട്ടി ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഇതുപോലൊന്നും ആൾക്കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു പ്രശ്നം. അങ്ങനെ ഞാൻ
1 മാസത്തേക്ക് ഞാൻ ആ ഇൻഹീലർ മാറ്റിവെച്ചു. അങ്ങനെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ജപമാല ചൊല്ലുന്ന കൊന്ത ഉണ്ടായിരുന്നു. ആ കൊന്ത ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ, എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ലേ, എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റണേ, എനിക്ക് പഠിച്ച ടോപ്പിക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ, എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞ ശേഷം ഫെബ്രുവരിയിൽ ഞാൻ പോയി PFT ചെയ്തു ഒന്നുകൂടി. എൻ്റെ ലങ് കപ്പാസിറ്റി ഇപ്പോൾ 80 എബോവ് ആയിട്ടുണ്ട്. എൻ്റെ ഡോസ് 400 നിന്ന് 200 ആയിട്ട് എനിക്ക് കുറച്ച് ഡോക്ടർ ഇപ്പോൾ തന്നു. എനിക്ക് അത് കഴിഞ്ഞ് അതും ഉപയോഗിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ആക്കി ഞാൻ നിർത്തിയിട്ടുണ്ട് മരുന്ന്. അങ്ങനെ അത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല, സ്ഥലമോ അങ്ങനെയൊന്നുമില്ല. കുറേ കാലങ്ങളായി അങ്ങനെ റെൻറ്റിനായിട്ടാണ് നമ്മളിപ്പോൾ താമസിച്ച് വരുന്നത്. അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഒരു വീട്ടിൽ ഹെൽപ്പാക്കാൻ നിൽക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കാൻ വരുന്ന സ്ഥലം തന്നെ കുറേ കാരണങ്ങളായിട്ട് തട്ടി പോകുമായിരുന്നു. അത് വാങ്ങിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമായിട്ട് തടസ്സങ്ങളായിട്ട് വന്നിട്ട് തന്നെ മാറിയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഒരു സ്ഥലം വാങ്ങാനായിട്ട് ഈ 24 മെയ്യിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ അഡ്വാൻസ് എല്ലാം കൊടുത്തു. അതിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എനിക്ക് അമ്മ അതിനെനിക്ക് വഴിതെളിച്ച് തന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാസർഗോഡാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയത്ത് ഇവിടെ വന്നിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് പുതുക്കാനായിട്ടൊന്നും കൃത്യസമയത്ത് എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ മുടക്കാണ്ട് തന്നെ ഏകദേശം ചൊല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കുറേ കാര്യങ്ങളും എനിക്ക് അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യം അതെനിക്ക് കുറേ നാളായിട്ട് പാസ്സായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ ഇത് പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഞാൻ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ മാതാവിൻ്റെ സ്കോളർഷിപ്പ് എനിക്ക് പാസ്സാക്കി തന്നു. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവർത്തനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പൊതിച്ചോറ് അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ പോയിട്ട് വഴികളിലുള്ളവർക്കെല്ലാം കൊടുക്കുമായിരുന്നു. അമ്പലങ്ങളിലൊക്കെ ഉള്ളവർക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുന്നവർക്കെല്ലാം കൊണ്ടുപോയിട്ട് കൊടുക്കുമായിരുന്നു. എന്നെക്കൊണ്ട് കയ്യിൽ പറ്റും പോലെ റോഡിൽ കുഞ്ഞു പിള്ളേരെല്ലാം കണ്ടു കഴിഞ്ഞാൽ പൈസ കൊടുക്കാനില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹോസ്പിറ്റലിൽ ഞാൻ ക്ലിനിക്സിൽ ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ടെല്ലാം പോകുമ്പോൾ അവിടെ ഒത്തിരി പേര് ക്യാൻസർ രോഗമായിട്ടും ഒരുപാട് പേരിങ്ങനെ വയസ്സായവരൊക്കെ ICUയിലും ഒക്കെ ആയിട്ട് ഞാൻ കാണാറുണ്ട്. ഒരുപാട് വേദനകൾ അവരെന്നോട് പറയാറുണ്ട്, എന്നെ കൈപിടിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ഉടമ്പടി തൈലം അവരെ നെറ്റിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവർക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് ഭേദപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് ഇതിനെ വളർന്നിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ കുറേയൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലാനറിയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് ഞാൻ അതൊരുപാട് ആത്മീയമായിട്ട് തന്നെ ഡെയിലി പ്രാർത്ഥന ചൊല്ലാനായിട്ടും അതുപോലെ തന്നെ ഞാൻ ജപമാല ചൊല്ലാനായിട്ട് പഠിച്ചു. ബൈബിള് വായിക്കുന്നുണ്ട് ദിവസേന. അങ്ങനെ ഇപ്പോൾ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചിട്ടുണ്ട്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി ഞാൻ ഒന്നുകൂടി അറിയിക്കുകയാണ്. Efesians 1:17 പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കും. ഗായത്രിയുടെ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ മകള് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും അമ്മയോടും ഈശോയോടുമുള്ള സ്നേഹത്തിൽ വളർന്നപ്പോൾ അമ്മയും ഈശോയും നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ കേട്ടത്. ആസ്മ രോഗം പിടിപെട്ട് വളരെ ഒത്തിരി ഡോസുള്ള മരുന്നൊക്കെ എടുത്താണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോയതെങ്കിലും അമ്മ മാതാവിൻ്റെ ഇടപെടൽ മൂലം, നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം അതെല്ലാം മാറി വന്ന് നല്ല മാർക്കോടുകൂടി ഈ മകൾക്ക് എല്ലാ എക്സാമും 3rd, 2nd, 3rd, 4th ഇയറും നഴ്സിംഗ് എക്സാം പാസ്സാകാൻ എല്ലാ കൃപ കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ സ്വന്തമായ വീടും സ്ഥലമില്ലാതിരുന്നവൾക്കും ഇപ്പോൾ എല്ലാത്തിൻ്റെയും കാര്യങ്ങളെല്ലാം ഉടനെ ശരിയായി സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ഇവിടെ നടക്കുന്നതാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ, വളരെ വേരിക്കോസ് വെയിൻ്റെ അസുഖം ഉണ്ടായിരുന്ന മകൾക്ക് അതും അമ്മ നേർച്ച ഉപ്പും തൈലവും ഇതെല്ലാം ഉപയോഗിച്ച് പുരട്ടി അതിൻ്റെ ഫലമായി അതും മാറ്റിക്കൊടുത്തു. അങ്ങനെ വളരെ അധികം അനുഗ്രഹങ്ങൾ അമ്മ വഴി ഈ മകൾക്ക് ലഭിച്ചു. വളരെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം വളരെ നന്നായിട്ട് ചെയ്തു. ഒരു ഹിന്ദുവായ കുട്ടിയോട് ഒത്തിരി നന്നായിട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോടു കൂടെ ചേർന്ന് നിന്നപ്പോൾ
അനുഗ്രഹങ്ങൾ ഒത്തിരി ലഭിച്ചതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. ഈ മകൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവമാതാവിനും ഈശോയ്ക്കും കൃതജ്ഞത അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.